എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറ്റാർവാഴ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്പ് പറയാനാണ്. അപ്പോൾ കറ്റാർവാഴ നന്നായിട്ട് തഴച്ച് വളരാനുള്ള ടിപ്സ് എന്നോട് എപ്പോഴും ആൾക്കാർ ചോദിക്കുന്നതാണ്. അപ്പോൾ 2 വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്, എന്നാലും ഇപ്പോഴും വരുന്ന റിക്വസ്റ്റാണിത്. അപ്പോൾ എന്തായാലും ഞാനിന്ന് ഇതുപോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓർത്ത് ഇതൊരു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ടിപ്പൊക്കെ അല്ലെങ്കിലും മിക്കതും അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് എടുക്കുന്ന ഒന്നല്ല. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ ചെയ്യുമ്പോൾ ഓർമ്മ വരും ഇതൊരു വീഡിയോ ആക്കാമെന്ന്. അപ്പോൾ അങ്ങനെ തുടങ്ങിയതാണ് ഇതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു കൊച്ചു ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും മഴയില്ല, ചില ദിവസം വെയിലും ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ക്ലൈമറ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഒരു ടിപ്പ്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ടെറസിൻ്റെ മുകളിൽ അതുപോലെ മതിലിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പായൽ പിടിച്ചിട്ട് ഇതുപോലെ കാണാം. ഇങ്ങനെ പച്ച കളറിൽ പൂപ്പായ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പോൾ നിങ്ങൾ എന്താ പറയാന്നുണ്ടെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സംഭവം മനസ്സിലായില്ലേ, ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതിങ്ങനെ ചിരണ്ടി എടുക്കുക. കണ്ടോ, എന്തെങ്കിലും ഒന്ന് ബലമുള്ള എന്തെങ്കിലും വെച്ച് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വെയിലുള്ള ദിവസം നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും തന്നെ കാണാൻ പറ്റും. ഇങ്ങനെ മാത്രമല്ല, ടെറസിൻ്റെ ആ ഒരു ഫ്ലോറിലും ഉണ്ടാവും ഇങ്ങനെ ഉണങ്ങിയിട്ട്. വെയിൽ വരുന്ന സമയത്ത് അതിങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതും നമുക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഒരു കോരിയിലോ അങ്ങനെ എന്തിലേയും ഒന്ന് എടുക്കുക. എന്നിട്ട് അത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നന്നായിട്ട് തന്നെ വളരും. നല്ലൊരു വളമാണ്. ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് വെയിൽ വരുമ്പോൾ അതിങ്ങനെ ഉണങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സമയമാണ്. നന്നായിട്ട് വെയിൽ വന്നാൽ പിന്നെ ഇതൊക്കെ പോവില്ല, പിന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കണ്ടോ, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ടെറസിൻ്റെ മുകളിൽ നിന്ന്. അപ്പോൾ ഇതും നമുക്ക് ഇങ്ങനെ ചരണ്ടി എടുത്തിട്ട് ചെടികൾക്ക് ഇടാൻ പറ്റും. കറ്റാർവാഴയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് ഇത് നമ്മൾ മണ്ണിൽ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ ഞാനൊരു ചിരട്ടയ്ക്കാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കാറ്. അതുപോലെ എല്ലാ ചെടികൾക്കും ഇടാം കേട്ടോ. അപ്പോൾ ഇത് ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും. എന്നെ ഇവിടെ സഹായിക്കാനായിട്ടൊരു ജോലിക്ക് വരുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് പറഞ്ഞു തന്നത്. അപ്പോൾ അവർക്കൊക്കെ പണ്ടേ ഇത് അറിയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ അറിയുന്നുണ്ടാവും. അറിയാത്തവർക്ക് ഇത് എന്തായാലും യൂസ്ഫുൾ ആവട്ടെ. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യമില്ല, അതുകൊണ്ടാണ് കേട്ടോ ഷെയർ ചെയ്തത്. അപ്പോൾ നമുക്കിത് എടുത്തിട്ട് കറ്റാർവാഴയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്നുമില്ല, മണ്ണൊന്ന് ഇളക്കിയിട്ട് മണ്ണിനോട് മിക്സ് ചെയ്യുക കേട്ടോ, അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് അധികം കറ്റാർവാഴയ്ക്ക് നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, മഴയൊക്കെ കൊള്ളുന്നതല്ലേ. പിന്നെ ഇങ്ങനെ മഴ കൊള്ളാത്തിടത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു വെള്ളം വറ്റുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മണ്ണ് വരണ്ടിരിക്കുന്ന കാണുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എപ്പോഴും ഇങ്ങനെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ സമയത്ത്. അപ്പോൾ കറ്റാർവാഴയിൽ ഇങ്ങനെ ചെറിയ ചെറിയ തൈകളൊന്നും വരുന്നില്ലെങ്കിൽ ഇതുപോലൊരു വലിയ പാത്രത്തിലേക്ക് വെക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ടിപ്പുകളൊക്കെ ഒരുപാട് ഷെയർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണാം കേട്ടോ. എല്ലാത്തിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻ്റായിട്ട് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ കാണാത്തവർ അതൊക്കെ കണ്ടാൽ മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തൈകളൊക്കെ വരും. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കറ്റാർവാഴ കണ്ടില്ലേ, അതിൻ്റെ വെയിറ്റ് കൊണ്ട് അതിങ്ങനെ വീഴാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയണില്ല. അപ്പോൾ ഞാൻ 2 കല്ലൊക്കെ വെച്ച് അതിനൊരു താങ്ങ് പോലെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ കാനം ഭയങ്കരമായിട്ട് വളർന്നിട്ട് അതിന് താങ്ങണില്ല, അതിന് ഒടിഞ്ഞു വീഴുന്നു തോന്നുന്നു കാണുമ്പോൾ. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ കല്ല് വെച്ചാണ്, അതിന് ഡാമേജ് വരുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ഒന്നും ഓർത്തിട്ട് കിട്ടണില്ല. ഇതുപോലെ തൈക്കളൊക്കെ കുറയാകുമ്പോൾ വേറെ പറിച്ച് നട്ടാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് വന്നോളും. ഇങ്ങനെ ചുറ്റും തൈക്കളൊക്കെ വരും. അപ്പോൾ കറ്റാർവാഴ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ ഒരു സംഭവമാണല്ലോ. അപ്പോൾ പല പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരു കറ്റാർവാഴ വീട്ടിലൊക്കെ എല്ലാവരും വെക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് എല്ലാ വീഡിയോയും പോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിനൊരു ലൈക്ക് തരിക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് നേരെയുള്ള ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. എന്നാലേ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ ഞാനൊരു ഹായ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉച്ച തിരിഞ്ഞിട്ട്. അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞവരൊക്കെ അതൊന്നും ചെക്ക് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളുടെ പേരുണ്ടാവുകയെ, എല്ലാവരുടെയും ഉണ്ടാവില്ല, എന്നാലും നോക്കൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന കട്ടിംഗ് ബോർഡില്ലേ, അതിൻ്റെ നല്ലൊരു റീയൂസ് ഐഡിയയും രാവിലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കണ്ടു നോക്കുക. കട്ടിംഗ് ബോർഡൊക്കെ പഴയത് എല്ലാവരുടെ വീട്ടിലും കാണില്ലേ. അപ്പോൾ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, കാണണേ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നന്ദി. താങ്ക്